ഹായ് ഫ്രണ്ട്സ്, നമ്മൾ ഇത്രയും നാൾ നോക്കിയത് ബ്ലെൻഡറിൻ്റെ ബേസിക് കാര്യങ്ങളായിരുന്നു. അപ്പോൾ ഇന്നത്തെ ഈ ഒരു വീഡിയോയിൽ നമ്മൾ കുറച്ച് അഡ്വാൻസ്ഡ് ആയിട്ടുള്ള കാര്യങ്ങളാണ് നോക്കാൻ പോകുന്നത്. അപ്പോൾ ഈ ഒരു ഗ്ലോയിങ് ക്യൂബ് എങ്ങനെ ഉണ്ടാക്കാം എന്നുള്ള ഒരു ചെറിയൊരു വീഡിയോ ആണ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. പോവാം, നേരെ ബ്ലെൻഡറിലേക്ക് പോവാം. ഒരു ന്യൂ ഒബ്ജക്റ്റ് എടുത്തു. ന്യൂ ഒബ്ജക്റ്റ് ഇല്ലെങ്കിൽ ഇവിടെ പോവാം, ഷിഫ്റ്റ് അടിക്കുക, മെഷ് ക്യൂബ് സെലക്ട് ചെയ്തു. ഇപ്പോൾ ഒബ്ജക്റ്റ് മോഡിലാണുള്ളത്. എന്നിട്ട് ഇവിടെ പോവാം, മെറ്റീരിയലിൽ പോവാം, ഒരു ന്യൂ മെറ്റീരിയൽ സെലക്ട് ചെയ്യുക. ഈ സർഫസ് ഇതിൽ പലതരം സർഫസുകളുണ്ട്. ഇപ്പോൾ നമ്മൾ ഇതിനു വേണ്ടി ഈ ഒരു ട്യൂട്ടോറിയലിൽ ഗ്ലോയിങ് എഫക്റ്റ് ആണ് വേണ്ടത്. ഗ്ലോയിങ് എന്ന് പറഞ്ഞാൽ ലൈറ്റ് എമിറ്റ് ചെയ്യണം. എമിറ്റിങ്ങിന് എമിഷൻ സർഫസ് ആണ് വേണ്ടത്. അപ്പോൾ ഈ എമിഷനിൽ ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് കളർ ഒന്ന് മാറ്റി കൊടുക്കുക. കളർ ഗ്ലോയിങ് ഏത് കളറിലാണോ ഗ്ലോ ചെയ്യേണ്ടത് ആ ഒരു കളറാക്കുക. എന്നിട്ട് ഇതിൻ്റെ സ്ട്രെങ്ത് ഒരു 3 ഇട്ട് കൊടുക്കുക. എന്നിട്ട് നമ്മൾ നേരെ ഇവിടെ പോയി റെൻഡറിങ് മോഡിൽ പോയിട്ടുണ്ടെങ്കിൽ ഒരു ചെറിയൊരു ഗ്ലോ ഇവിടെ കാണുന്നുണ്ടാവും അല്ലേ. നമുക്ക് ഈ കളർ ഒന്നും കൂടെ ഒന്ന് ചേഞ്ച് ചെയ്യാം. ഒരു ചെറിയൊരു ഗ്ലോ വന്നിട്ടുണ്ട്, പക്ഷെ തിളങ്ങുന്ന പോലെ നമുക്ക് അത്ര ഗ്ലോവിങ് എഫക്റ്റ് അത്ര തോന്നാത്ത കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആ ബാക്ക്ഗ്രൗണ്ടിൻ്റെയാണ്. ഇപ്പോൾ ഈ റെൻഡർ ചെയ്ത് വരുന്ന ഫൈനൽ ഇമേജ്, ആ ഇമേജിൻ്റെ ബാക്ക്ഗ്രൗണ്ട് ഈ ഒരു ഗ്രേ കളറാണ്. അത് നമുക്കൊന്ന് ചേഞ്ച് ചെയ്യണം. അതിനിവിടെ ഈ വേൾഡ് പ്രോപ്പർട്ടീസിൽ പോവാം. ഞാൻ കളർ ചേഞ്ച് ചെയ്ത് പുതിയൊരു മെറ്റീരിയൽ, ഈ സർഫസിന് പുതിയൊരു മെറ്റീരിയലൊക്കെ കൊടുത്തത് ഇവിടെയായിരുന്നു. ഏത് ഈ ഗ്ലോബ് പോലത്തെ സിമ്പിളാണ് മെറ്റീരിയൽ പ്രോപ്പർട്ടീസ്. അതല്ല നമുക്ക് വേണ്ടത് ഇവിടെ വരാം, വേൾഡ് പ്രോപ്പർട്ടീസ് ഉണ്ട്. വേൾഡ് പ്രോപ്പർട്ടീസിൽ നമുക്ക് ബാക്ക്ഗ്രൗണ്ടിൻ്റെ കളർ ചേഞ്ച് ചെയ്യാൻ പറ്റും. അതാക്കി കൊടുക്കാം. എന്നിട്ട് ഇവിടെ ഫൈനൽ റെൻഡറിങ് കൊടുക്കുമ്പോൾ ബാക്ക്ഗ്രൗണ്ട് ബ്ലാക്കായി, ഇതൊന്ന് തിളങ്ങുന്നുണ്ട്, പക്ഷെ നമുക്ക് ആ ഒരു തിളക്കം കറക്റ്റായിട്ട് ഫീൽ ചെയ്യുന്നില്ല അല്ലേ. അപ്പോൾ അതിനെന്ത് ചെയ്യേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ ഇതാണ് റെൻഡർ ഓപ്ഷൻസ്. റെൻഡർ പ്രോപ്പർട്ടീസിൽ ക്ലിക്ക് ചെയ്യാം. എന്നിട്ട് ഇവിടെ ബ്ലൂം എന്ന് പറഞ്ഞിട്ടൊരു ഇത് കണ്ടില്ലേ, അതിലൊന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് റെൻഡർ ഓപ്ഷൻസിൽ റെൻഡറിങ് ഫൈനൽ ഇമേജിൽ പോയിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ നമുക്കൊരു ഗ്ലോയിങ് എഫക്റ്റ് വന്നു അല്ലേ, കണ്ട. ഇനി ഇതിൽ നിങ്ങൾക്ക് ഇവിടുന്ന് തന്നെ ചേഞ്ച് ചെയ്യാം. ഏത് കളർ വേണമെങ്കിലും ചേഞ്ച് ചെയ്യാം, ഏത് വേണമെങ്കിലും കൊടുക്കാം. പിന്നെ അതിൻ്റെ പോലെ തന്നെ അതിൻ്റെ ഇൻറ്റൻസിറ്റി മാറ്റാം. 0.10 കൊടുക്കട്ടെ, കുറച്ചും കൂടി ഗ്ലോ ചെയ്യുന്നു. അപ്പോൾ ഇത് ഇത്രയേ ഉള്ളൂ. നമുക്ക് വീണ്ടും അടുത്തൊരു എപ്പിസോഡിൽ ഒരു പുതിയൊരു ട്യൂട്ടോറിയലായിട്ട് വരാം. ഓക്കെ, താങ്ക് യു.